ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത്. പലരും ഇലക്ട്രിക്കൽ വെഹിക്കിൾ വാങ്ങി 1-2 വർഷങ്ങൾ കഴിഞ്ഞ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളതായിട്ട് പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചുള്ള ഒരു 14 കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തെ സംഗതി, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണ് വേണ്ടതെന്ന് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്, നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് അതിൻ്റെ മൈലേജിൽ വ്യത്യാസം വരാം. ഉദാഹരണത്തിന്, ഒരാൾ സാധാരണ ഓടിക്കുമ്പോൾ ഒരു 60 കിലോമീറ്റർ കിട്ടിയേക്കാം. എന്നാൽ ഇതേ വാഹനം തന്നെ ഒരു പത്രക്കാരൻ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 30-40 ആയിരിക്കും. കാരണം ഒരു കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങി നിർത്തി പിന്നെയും നിർത്തി അങ്ങനെ പല സാഹചര്യങ്ങൾ ബ്രേക്ക് ചവിട്ടി വരുമ്പോൾ അതിന് മൈലേജ് കുറയും. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് ഷോപ്പ് ഉടമയോട് പറഞ്ഞ് അതനുസരിച്ച് വേണം വാഹനങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ സംഗതി, ലിഥിയം ബാറ്ററിയുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾ തിരഞ്ഞെടുക്കുക. കാരണം ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ 2 വർഷം കഴിഞ്ഞതിന് ശേഷം കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ലെഡ് ആസിഡ് ബാറ്ററിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 72 വോൾട്ടിലോ 60 വോൾട്ടിലോ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ തിരഞ്ഞെടുക്കുക നല്ലതായിരിക്കും. നാലാമത്തെ സംഗതി, ലെഡ് ആസിഡ് ബാറ്ററിയുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 50 കിലോമീറ്ററാണ് അതിന് മൈലേജ് എങ്കിൽ 30 കിലോമീറ്ററിന് ശേഷം വേഗത കുറഞ്ഞു വരും. ഇതിന് കാരണം ലെഡ് ആസിഡ് ബാറ്ററിയുടെ വോൾട്ടേജ് കുറയുന്നതുകൊണ്ടാണ്. എന്നാൽ ലിഥിയം ബാറ്ററിക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ഏകദേശം ഒരേ വേഗത തന്നെയായിരിക്കും. കാരണം ലെഡ് ആസിഡ് ബാറ്ററിക്ക് വോൾട്ടേജ് കുറയുന്നതുകൊണ്ടാണ്. അഞ്ചാമത്തെ സംഗതി, ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കും. എന്നാൽ ലിഥിയം ബാറ്ററി ആണെങ്കിൽ ശരാശരി 4-5 മണിക്കൂർ മതിയാകും. ലെഡ് ആസിഡൊക്കെ ഒരു 7-8 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യാൻ കൂടുതൽ സമയം എടുത്തേക്കാം. ഇനി ആറാമത്തെ സംഗതി, വെഹിക്കിളിൻ്റെ ഉപയോഗത്തിൽ ലിഥിയം ബാറ്ററിക്ക് ഒരു 5 മുതൽ 8 വർഷം വരെയൊക്കെ ആയുസ് ഉണ്ടായേക്കാം. എന്നാൽ ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഒരു 3-4 വർഷത്തെ ആയുസ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഏഴാമത്തെ സംഗതി, ഇപ്പോൾ തന്നെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് റോഡ് വക്കിൽ നിന്ന് ചാർജ് ചെയ്യുന്നതിന് ലിഥിയം ബാറ്ററി ആയിരിക്കും കൂടുതൽ നല്ലത്. എട്ടാമത്തെ സംഗതി, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വാഹനം ഓടിക്കുക. നമ്മൾ വാഹനം ഓടിക്കാതെ കുറേ നാൾ ഉപയോഗിക്കുക, വീട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹബ്ബിനുള്ളിൽ തുരുമ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ തുടർന്ന് മോട്ടോർ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ വാഹനം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും 9ാമത്തെ സംഗതി, ഒന്ന് ടയർ പഞ്ചറായാൽ മെഷീൻ വഴി ടയർ ഊരുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുക, അല്ലെങ്കിൽ കാറ്റടിച്ച ആ സ്ഥലങ്ങൾ വരെ എത്തിക്കുക. ഇനി ചുറ്റിയൊക്കെ വെച്ച് അടിച്ച് അതിൻ്റെ ടയർ ഊരുവാണെങ്കിൽ ഹബ്ബിൻ്റെ മോട്ടറിന് ലീക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനെ തുടർന്ന് വെള്ളം അകത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. 10ാമത്തെ സംഗതി, ഇപ്പോൾ നമ്പറില്ലാത്ത പല ഇലക്ട്രിക്കൽ വെഹിക്കിളും അനുവദനീയമായ വേഗതയിൽ കൂടുതൽ വേഗത്തിൽ ഓടിക്കാറുണ്ട്. ഭാവിയിൽ ഇത് ചെക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രജിസ്ട്രേഷനുള്ള കൂടുതൽ പവറുള്ള വാഹനം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. 11, ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതി അതിൻ്റെ ഷോക്ക് അബ്സർവറാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വെയിറ്റ് കുറവായതിനാൽ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് മോണോഷോക്കുള്ള വാഹനങ്ങളായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ ഗുണനിലവാരമുള്ള ഷോക്ക് അബ്സർവുള്ള വാഹനങ്ങളും ശ്രദ്ധിച്ച് വാങ്ങുന്നത് നല്ലതായിരിക്കും. 12ാമത്തെ സംഗതി, നമ്മളൊരു ഇലക്ട്രിക് വാഹനം ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ഒരു ഗട്ടറുള്ള കുണ്ടും കുഴിയുള്ള റോഡിലൂടെ ഓടിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഷോക്ക് അബ്സർവറിൻ്റെ പ്രവർത്തനം എത്രമാത്രമുണ്ടെന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 13ാമത്തെ സംഗതി, ഇലക്ട്രിക്കൽ വെഹിക്കിൾ സർവീസ് സെൻറ്ററിൻ്റെ മാത്രം വാഷ് ചെയ്യിക്കുക. അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ ഈ വെള്ളം ചെന്ന് കഴിഞ്ഞിട്ട് ആ കൺട്രോൾ പാനലിൽ അവിടെയൊക്കെ വേണമെങ്കിൽ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം കൊണ്ട് സർവീസ് ചെയ്യിക്കാം. 14ാമത്തെ സംഗതി, പ്രാദേശിക അടിസ്ഥാനത്തിലും ഉപയോഗത്തിൻ്റെ അനുസരിച്ചും മോട്ടോർ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് കുന്നും മലയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മോട്ടോർ കപ്പാസിറ്റി കൂടുതലുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വളരെ ലാഭകരമാണ്, പ്രയോജനകരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ പരിശീലനം
കൊടുക്കുന്നു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള. അതുകൂടാതെ പൊതുജനങ്ങൾ പ്രയോജനപ്രദമായ എനർജിയോട് ബന്ധപ്പെട്ട വീഡിയോകളും നിർദ്ദേശങ്ങളുമൊക്കെ നൽകുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.